ഹലോ, മൈൻഡ് സൂമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്ന. ഞാനിന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കില്ലേ. ആ സ്വപ്നങ്ങൾ നമ്മൾ പല കാരണങ്ങളാൽ നമുക്ക് ആഗ്രഹിച്ച പോലെ വരില്ല, നമുക്കതിനെ കൊണ്ട് ആവില്ല എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സ്വപ്നത്തെ വേണ്ടാന്ന് വെക്കില്ലേ. എല്ലാവർക്കും ഡ്രീം ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് അതിനുള്ള ധൈര്യമില്ല. നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസക്കുറവ് കൊണ്ട് നമ്മളത് ഫോക്കസ് ചെയ്യില്ല. അപ്പം നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാം, നമുക്ക് എങ്ങനെ സ്വപ്നങ്ങൾ നേടിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, പക്ഷെ നമുക്ക് ഉള്ളിൽ തോന്നുകയാണ്, നമുക്ക് നമ്മളെ തന്നെ ഒരു സംശയം തോന്നുകയാണ്, നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല, നമുക്കൊന്നിനും കഴിയില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ ആ സ്വപ്നത്തെ വേണ്ടാന്ന് വെക്കുകയാണ്. അങ്ങനെ നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളുടെ സ്വപ്നം സത്യമാണെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഒരു ദിവസം നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കും. ആ സ്വപ്നം നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കും. പക്ഷെ അതിന് നമുക്ക് കുറേ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കുറേ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, കുറേ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അതിന് നമ്മുടെ സ്വപ്നത്തിൻ്റെ പുറകെ പോകണമെങ്കിൽ നമ്മളതിന് കുറച്ച് കഷ്ടപ്പെടണം. ആ കഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ സംശയങ്ങൾ തോന്നാം, നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ലാത്തൊരവസ്ഥ വരാം. നിങ്ങൾക്ക് തോന്നുകയാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ, എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ട്, പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുമോ, എൻ്റെ മുഖം കാണിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മുഖം പുറം ലോകത്ത് കാണിക്കാൻ പറ്റുന്നതാണോ. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസക്കുറവ്, സെൽഫ് ബിലീഫിൻ്റെ കുറവ്, സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവൊക്കെ കൊണ്ടാണ് നിങ്ങൾ അതിന് മുന്നിട്ടിറങ്ങാത്തത്. നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ നമ്മൾ ആ സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കണം, കഷ്ടപ്പെടണം. അപ്പോൾ അതിൽ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആരും കഷ്ടപ്പെടാതെ ജീവിതത്തിൽ വിജയം നേടിയവരല്ല. അപ്പം നമ്മൾ ആ വിജയിക്കണമെങ്കിൽ ആ വിജയിക്കുന്ന വരെ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് തളർന്നു പോയേക്കാം, നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തിയേക്കാം, കളിയാക്കിയേക്കാം, നിങ്ങളെല്ലാത്തിനും ഒഴിവാക്കിയേക്കാം, നിങ്ങളെ കാണുമ്പോൾ ചില ആൾക്കാർ മാറിപ്പോയേക്കാം, ഒന്നിനും കൊള്ളാത്തവന്ന് മുദ്ര കുത്തിയേക്കാം, ചിലപ്പോൾ നിങ്ങളെ നാട് തന്നെ നിങ്ങൾക്ക് വിടേണ്ടി വന്നേക്കാം. പല 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 സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും. അങ്ങനെ കടന്നു പോയവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. സ്വപ്നങ്ങൾ സത്യമാണെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ വർക്ക് ഹാർഡ്, വൺ ഡേ യുവർ ഡ്രീം കം ട്രൂ. നിങ്ങളുടെ സ്വപ്നം ഒരു ദിവസം അത് സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ. വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് സ്വപ്നങ്ങൾ ഇരിക്കുന്നത്. ആ സ്വപ്നം നിങ്ങൾ കാണാൻ തയ്യാറാണെങ്കിൽ, ആ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കാൻ നമ്മളിങ്ങനെ കൈ കൊടുത്താൽ എത്തുന്നതല്ല നമ്മുടെ സ്വപ്നം. ആ സ്വപ്നത്തിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കേണ്ടി വരും. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് പാഷൻ ഉണ്ടാവും അല്ലേ. ഇപ്പം എനിക്കൊരു പാഷൻ ഉണ്ട്, ആ പാഷനല്ല നിങ്ങൾക്കുള്ള പാഷൻ, ആ പാഷനെ നമുക്കൊരു ബിസിനസ്സാക്കി മാറ്റാം. ആ പാഷനിലൂടെ നിങ്ങൾക്ക് റിച്ച് ആവാം. അപ്പം നമുക്ക് പലരും പല ടൈപ്പാണ്. ചിലർ നന്നായി ടോക്കറ്റീവായിട്ട് സംസാരിക്കുന്നവരായിരിക്കും. ആ ടോക്കറ്റീവ് സംസാരത്തിലൂടെ അതൊരു പ്രൊഫഷനാക്കി മാറ്റാൻ കഴിയുന്നവരുണ്ട്. LLB എടുത്ത് അഡ്വക്കേറ്റ് ആവാൻ, അതുപോലെ ആ ഫീൽഡിലേക്ക് പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനെ ഒരുപാട് ഫീൽഡിലേക്ക് അത് വഴിയൊരുക്കുന്നുണ്ട്. കുക്കിംഗ് അറിയുന്നവർക്ക് കുക്കിങ്ങിൽ പല മേഖലകളുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും മേക്ക് ചെയ്യാൻ അറിയുന്നവർക്ക് അതിലും മേഖലകളുണ്ട്. അപ്പോൾ പലർക്കും പല എബിലിറ്റിയാണ്. ആ എബിലിറ്റിനെ തിരിച്ചറിയുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. പഠിക്കാൻ കഴിയുന്നവർക്ക് പഠിത്തത്തിലൂടെ മുന്നേറി ഈ സമൂഹത്തിൻ്റെ വാല്യൂ ഉള്ള ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് ചോയ്സസ് ആണ്. എവ്രി വൺ ഈസ് യൂണീക്കാണ്. അപ്പം നിങ്ങളുടെ സ്വപ്നത്തിന് പുറകെ നിങ്ങൾ പോകുക, അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ലക്ഷ്യം ഉറച്ചതാണെങ്കിൽ, നിങ്ങൾക്കതിൽ ദൃഢവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടണം. ഒന്നിനും കൊള്ളാത്ത, ഒന്നിനും കഴിയാതെ വെറുതെ ജീവിച്ച് മരിക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിച്ചാൽ പോരെ. അതല്ല, എനിക്ക് എൻ്റെ സ്വപ്നത്തിലേക്ക് എത്തണം, എൻ്റെ ഡ്രീം എനിക്കൊരു ദിവസം ഈ സമൂഹത്തിൽ അറിയിക്കണം, എന്നെ 4 പേര് അറിയണം, എന്നെക്കുറിച്ച് എൻ്റെ അനുഭവം, എൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു റോൾ മോഡലാവണം, ഒരു പ്രചോദനമാവണം അവർക്ക് ജീവിക്കാൻ. എൻ്റെ അനുഭവം, എൻ്റെ പാഠം അവരുടെ ലൈഫിൽ യൂസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാവും. വർക്ക് ഹാർഡ്, വൺ ഡേ യു സക്സീഡ്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. യു വർക്ക് ഹാർഡ്, ഒരു ദിവസം നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഓക്കെ, സക്സസ് നിങ്ങൾക്ക് വേണോ, നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക.
നിങ്ങൾ അതിനു വേണ്ടി ഇത്തിരി കഷ്ടപ്പെടണം, ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ, നിങ്ങൾ അത് ചെയ്യുന്നത് ശരിയാവണില്ല, ഇത് ചെയ്യുന്നത് ശരിയാവില്ല, എല്ലാം തടസ്സങ്ങൾ. അപ്പം നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കും, എന്താ ദൈവമേ എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങളെന്ന്. പക്ഷെ ആ പ്രശ്നങ്ങൾക്കൊരു അവസാനം ഉണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ പ്രശ്നങ്ങളിൽ മുഴുകിയിരിക്കില്ല. ഒരു പ്രശ്നം ഒരു ദിവസം ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം അതിന് നല്ലൊരു, നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. വീണ്ടും വീണ്ടും ഓടുന്നതിന് വേണ്ടിയിട്ടാണ്. അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ സുഖമായി ഉറങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വിജയിക്കാൻ തയ്യാറാവുമോ? സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ? നിങ്ങൾ സുഖമായി ഉറങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെടാൻ തയ്യാറായിക്കോളൂ. എന്നാൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് നിങ്ങളുടെ സ്വപ്നം എന്നാണ് നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, അതാണ് നിങ്ങളുടെ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കാണ് നിങ്ങൾ ഓടേണ്ടത്. ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ പറന്നുയരണം. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം. അതിന് കുറേ മാനസിക സംഘർഷങ്ങൾ, കുറേ സ്റ്റേജിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. കുറേ പേര് കുറ്റപ്പെടുത്തുന്നതായാലും ഒരുപാട് അവസ്ഥകൾ, നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയാവില്ല, പരാജയങ്ങൾ മാത്രം ഒരുപാട് നാളുകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ മറ്റുള്ളവരെ നിങ്ങൾ നോക്കാതെ, പരാതികൾ പറയാതെ, എനിക്കത് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്ന കംപ്ലൈൻറ്റിങ് നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ ആരെയും നോക്കണ്ട. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താ, സിംഹത്തിനെ പോലെ ആയിരിക്കണം. ഞാൻ എല്ലാവരെയും കാട്ടും വലിയതാണ് എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചു, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ആറ്റിറ്റ്യൂഡിലൂടെ. കാട്ടിലെ രാജാവ് ആരാണ്? സിംഹല്ലേ. ആ സിംഹം എന്തുകൊണ്ടാണ് രാജാവാണെന്ന് പറയുന്നത്? സിംഹത്തിന്റെ മനോഭാവമാണ്. അതേ മനോഭാവത്തിൽ നിങ്ങൾ മുന്നേറുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ചെയ്യും. നിങ്ങൾ ലൈഫിൽ സക്സസ് ആവുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ലക്ഷ്യം ഉറച്ചതായിരിക്കണം. ആ സ്വപ്നം എന്താണോ, പല സ്വപ്നങ്ങളുണ്ടായിട്ട് കാര്യമില്ല, ഒരു സ്വപ്നം, ആ സ്വപ്നത്തിന് വേണ്ടി കഷ്ടപ്പെടുക. ഒരു ദിവസം ആ സ്വപ്നം നിങ്ങളിലേക്ക് വന്നു ചേരും. ആ ഒരു ദിവസം നിങ്ങളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ആ മുതിരല്ലേ. നിങ്ങൾ ആ സന്തോഷിക്കുന്ന ആ ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. എത്ര സന്തോഷകരമാണല്ലേ. അതിന് കുറേ കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫേസ് ചെയ്തവരാണ് ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് തകർച്ച, ഒരു വട്ടപൂജ്യത്തിൻ്റെ അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും വിഷമിക്കണ്ട. നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ മുന്നേറുക. നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ സ്വപ്നം കാണാൻ തയ്യാറാണോ? അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? എന്ന വിജയം നിങ്ങൾക്കുള്ളതാണ്. ആ വിജയം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. എന്തായാലും അതിൽ പല പ്രതിസന്ധികൾ വരും, ഒരുപാട് തരണം ചെയ്യേണ്ടി വരും. അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട്, അതൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ദിവസത്തിനാണെന്ന് പറഞ്ഞിട്ട് അതിനെ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച്, നിങ്ങൾ സെൽഫ് കോൺഫിഡൻ്റായി, സെൽഫ് ബിലീഫായി നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് മുൻപോട്ട് പോയിക്കോ. ഒരു ദിവസം നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ദൈവം തരും, അല്ലെങ്കിൽ ഈ വേൾഡ് തരും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്തിട്ട് സ്വപ്നം കാണുക, സ്വപ്നത്തിന് വേണ്ടി വർക്ക് ചെയ്യുക, നല്ലൊരു ലൈഫ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.